മിഥുന് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. വിലാപയാത്രയായി മിഥുന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ്. വഴിയിൽ പലയിടത്തും ആദരാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് പേർ കാത്തുനിൽപ്പുണ്ട്. ഒപ്പം സ്കൂളിൽ കളക്ടർ എത്തിയിട്ടുണ്ട്, അധ്യാപകരുണ്ട്, അവൻ്റെ സഹപാഠികളുണ്ട്, ഉറ്റ സുഹൃത്തുക്കളുണ്ട്. അന്ത്യയാത്രാമൊഴി ചൊല്ലാനായി സുഹൃത്തുക്കളും അധ്യാപകരും ഉൾപ്പെടെ സ്കൂളിൽ കാത്തുനിൽപ്പുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചേരും. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാലയത്തിലേക്ക് മിഥുൻ ഏറ്റവും അവസാനമായി എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അവൻ കളിക്കുന്നതിനിടെ ചെരുപ്പെടുക്കാൻ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോൾ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ദാരുണമായ മരണം സംഭവിച്ചത്. അല്പം മുൻപ് അമ്മ വിദേശത്ത് നിന്ന് എത്തിച്ചേർന്നു, നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നു. അമ്മ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടെ അമ്മ വസതിയിലേക്ക് എത്തും. വൈകിട്ടാണ് സംസ്കാരം. അല്പസമയത്തിനകം സ്കൂളിൽ പൊതുദർശനം ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 12 മണിയോടെ അവിടെ നിന്ന് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് വസതിയിൽ വൈകിട്ട് 4 മണിക്ക് സംസ്കാരം. ചിതയൊരുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു കണിക്കൊന്ന അതിന് ചുവട്ടിലാണ് അവന് ചിത ഒരുങ്ങുന്നത്. ഒട്ടേറെ പേർ അവനെ അവസാനമായി കാണാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വിലാപയാത്ര സ്കൂളിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തുകയും ചെയ്യും. ആദരാഞ്ജലി അർപ്പിക്കാൻ പലയിടങ്ങളിലുമായി കാത്തു നിൽക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ്. പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആ വിയോഗം എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അരുൺ രാജ് വിശദാംശങ്ങളുമായി. അരുൺ, മൃതദേഹം എപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്? അനുജ, 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മൃതദേഹം അവൻ പഠിച്ച, അവന്റെ സ്വപ്നങ്ങൾ നെയ്ത, അവൻ അവസാനമായി എത്തിച്ചേർന്ന ആ സ്കൂളിലേക്ക് തന്നെ അവസാനമായി എത്തുകയാണ്. അവന് യാത്രാമൊഴിയേകുവാൻ ഒരു സ്കൂള്, ഒരു നാട് എല്ലാം ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ ഈ പൊതു ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകൾ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വലിയ മഴ തന്നെ പെയ്യുന്നുണ്ട്, കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട്. പക്ഷേ ആ മഴയ്ക്കിടയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മഴയും തൃണവൽക്കരിച്ചുകൊണ്ട് ജനം ഇവിടെ കുഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാം. അവന്റെ ആ ഓർമ്മകൾ ഒരുപാടുള്ള സ്കൂളാണിത്. അവൻ കളിച്ചു വളർന്ന സ്കൂളാണ്. അതിനപ്പുറം അവന്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന, അവൻ ഫുട്ബോൾ തട്ടിയ, അവൻ പഠിച്ച, അവൻ അവിടെ ആർത്തുല്ലസിച്ച് നടന്ന സ്കൂളാണ്, കലാലയമാണ്. ആ സ്കൂളിലേക്ക്, ആ വിദ്യാലയത്തിലേക്ക് ചേതനയേറ്റ ശരീരവുമായി അവൻ എത്തുമ്പോൾ അവനെ എങ്ങനെ വരവേൽക്കണമെന്നറിയാൻ വയ്യാതെ അധ്യാപകർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ അധ്യാപകരനോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമാണ്, സ്കൂൾ പ്രവേശനോത്സവത്തിൽ അതിന് മുൻപന്തിയിൽ നിന്ന് ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത, ആ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ചിരിച്ചു കൊണ്ടുവന്ന മിഥുനെയാണ് ഞങ്ങൾക്ക് ഓർമ്മയുള്ളത്. സ്കൂൾ സമയത്തിന് മുമ്പേ ഇവിടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധ്യാപകർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന ആ 13 വയസ്സുകാരൻ, അവൻ ജീവനില്ലാതെ ഇവിടേക്ക് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ അവനെ ഇവിടേക്ക് കൊണ്ടുവരണം, അവനെങ്ങനെ യാത്രാമൊഴിയേകണം, ഇവനെങ്ങനെ യാത്ര ചൊല്ലണം എന്നറിയാതെ അധ്യാപകരിങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. ഈ ദൃശ്യങ്ങളിലെല്ലാം കാണാം, എല്ലാവരുടെയും മുഖത്ത് ആ കണ്ണുനീരുണ്ട്, ആ ദുഃഖമുണ്ട്. ആ ദുഃഖം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹപാഠികൾ ഇന്നലെ വരെ ക്ലാസ് റൂമുകളിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചവരാണ്. അവന്റെ വിയോഗം സ്വപ്നത്തിൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ട്. യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ച വിദ്യാർത്ഥികൾ ഇന്നും നമുക്കൊപ്പമുണ്ട്. ആ വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് അവൻ ഇങ്ങനെ വിറങ്ങലിച്ച് തണുത്ത് മരവിച്ച് തിരിച്ചെത്തുന്നത്. അവന് ഇവിടെ നിന്ന് യാത്രയേകുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായും ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെയായിരിക്കാം കടന്നു പോവുക. ആ വൈകാരികത ഒരിക്കലും അതിർവിട്ടു പോകാതിരിക്കാനുള്ള എല്ലാ ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും എല്ലാം ഇപ്പോൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ അനാസ്ഥയാണ്, പക്ഷേ അനാസ്ഥയ്ക്ക് ഒരു ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ഈ സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുവരും, ഭൗതിക ശരീരം കൊണ്ടുവരും. അതിനുശേഷം 1 മണിക്കൂർ നേരമാണ് ഇവിടെ പൊതുദർശനത്തിന് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ സമയമെല്ലാം നീണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വിവിധ തലങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ്, നാനാതുറകളിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ്, അത് പ്രായഭേദമന്യേ ഇവിടേക്ക് എത്തുന്നത്. കാരണം വാർത്തകളിലൂടെ കഴിഞ്ഞ 2 ദിവസമായി മിഥുൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച്, മിഥുൻ എന്ന വിദ്യാർത്ഥിയെക്കുറിച്ച്, മിഥുൻ എന്ന കുട്ടിയെക്കുറിച്ച്, ആ സഹപാഠികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആ 13 വയസ്സുകാരനെ കുറിച്ച് അറിഞ്ഞ ഒരുപാട് പേരുണ്ട്. ആ അറിഞ്ഞവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ പരിസരത്തെല്ലാം അത് വലിയ ഒരു ജനസമൂഹം തിങ്ങിപ്പറക്കുന്ന ഏരിയയാണ്. എല്ലാം സാധാരണക്കാരാണ്, അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ്. അവരെല്ലാം അവരുടെ ആ ജോലികൾ പോലും മാറ്റിവെച്ച്
ഇവിടെ വന്ന് നിൽക്കുന്നു. കാരണം പലകുറി കണ്ടിട്ടുണ്ട് മിഥുൻ എന്ന പയ്യനെ. കാരണം ജംഗ്ഷനിലിറങ്ങി നടന്നു വരുന്ന കൂട്ടുകാർക്കൊപ്പം ആർത്തുല്ലസിച്ച് ചരിച്ചുകൊണ്ട് നടന്നു വരുന്ന, സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഇവിടെ എത്തി അധ്യാപകർക്കൊപ്പം ഒരു സഹായകമായി എപ്പോഴും നിന്നിട്ടുള്ള ആ കൂട്ടുകാരനെ, ആ വിദ്യാർത്ഥിയെ അവസാനമായി യാത്രാമൊഴി ചൊല്ലുവാൻ ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. മിഥുന് വിട നൽകാൻ ഒരുങ്ങുകയാണെന്നാണ്. അല്പസമയത്തിനകം തന്നെ മിഥുന്റെ മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചേരും. വിലാപയാത്രയായി മൃതദേഹം ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം അവിടെ അല്പസമയം പൊതുദർശനമുണ്ടാകും. 12 മണിയോടെ മൃതദേഹം അവിടെ നിന്ന് വസതിയിലേക്ക് കൊണ്ടുപോകും. വലിയൊരു ജനാവലിയെ കാണാൻ കഴിയുന്നുണ്ട് ആ സ്കൂളിൽ. അവൻ്റെ കൂട്ടുകാരും അധ്യാപകരും, സ്ഥലത്തെ ആളുകൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ മാത്രമല്ല മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് കൂടി അവനെ കാണാനായി അങ്ങോട്ടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്നു, അധ്യാപകർക്ക് പ്രിയങ്കരനായിരുന്നു. കഴിഞ്ഞ മാസം സ്കൂൾ തുറന്ന വേളയിൽ അവൻ എത്ര സന്തോഷത്തോടെയാണ് പുതുതായി വന്ന വിദ്യാർത്ഥികളെയൊക്കെ സ്വീകരിക്കാൻ അവിടെ നിന്നത് എന്നതൊക്കെ അധ്യാപകർ ഈ സമയത്ത് ഓർത്തെടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കളിക്കുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണത്, അത് എടുത്ത് നൽകി സഹായിക്കാൻ പോയതാണ് മിഥുൻ. അവിടെ ആണ് അവന് മരണക്കെണി ഒരുക്കി ഒരു വൈദ്യുതി ലൈൻ ഉണ്ടായിരുന്നത്. താഴ്ന്ന് കിടന്ന വൈദ്യുതി ലൈനിൽ അവൻ്റെ കൈ തട്ടുകയായിരുന്നു. അവൻ ആ വൈദ്യുതി ലൈനിലേക്ക് തെന്നി വീഴാതിരിക്കാൻ കയറി പിടിച്ചപ്പോൾ ഷോക്കേറ്റുള്ള മരണമാണ് സംഭവിച്ചത്. ഇപ്പോൾ അതിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. മിഥുൻ ഒരു നോവ് ഏറിയ ഓർമ്മയായി മാറിയിരിക്കുകയാണ്. അവൻ്റെ അമ്മ വിമാനത്താവളത്തിൽ അല്പസമയം മുൻപ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നു. വിദേശത്താണ് അമ്മയുണ്ടായിരുന്നത്. അമ്മയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഇളയ മകനും മറ്റ് ബന്ധുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. ഉച്ചയോടെ അമ്മ വീട്ടിലേക്ക് എത്തിച്ചേരും. 4 മണിക്കാണ് സംസ്കാരം നടക്കാനിരിക്കുന്നത്. സലിം മാലിക് കൂടിയുണ്ട് സ്കൂളിൽ നിന്ന് വിവരങ്ങളുമായി. സലിം, കൂട്ടുകാർ, അധ്യാപകർ, നാട്ടുകാർ അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ഈ വിയോഗം. ഇപ്പോഴെന്താണ് അവിടെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മിഥുനെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുകയാണവർ. അനുജ, അതെ, അങ്ങേയറ്റം വൈകാരികമായ രംഗങ്ങളാണ് ഈ സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഈ മിഥുൻ ഇന്ന് സ്കൂളിൽ വരേണ്ട ദിവസമല്ല. ഇന്ന് അവധിയായി വീട്ടിലിരിക്കേണ്ട, വീട്ടിൽ വിശ്രമിക്കേണ്ട, അതല്ലെങ്കിൽ കളിക്കേണ്ട ദിവസമാണ്. അന്നാണ് അവൻ്റെ സ്കൂളിലേക്ക് ഏറ്റവും അവസാനമായി ഒരിക്കൽ കൂടി എത്തുന്നത് എന്നുള്ള അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ചയാണ് അത്. പക്ഷേ അവൻ്റെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു വരവായിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്. ഈ സ്കൂളിൽ നിന്ന് പഠിച്ചുമെടുക്കാനായി ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കൊച്ചുകുട്ടി, 13 വയസ്സുകാരൻ, അവൻ്റെ അവസാന യാത്രയ്ക്ക് ഈ സ്കൂളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കയറുകയാണ്. പക്ഷേ 2 ദിവസം മുൻപ് വളരെ സന്തോഷവാനായി ഓടിച്ചാടി തുള്ളിച്ചാടി ഇവിടേക്ക് വന്നതുപോലെ അല്ല, ചേതനയേറ്റ ശരീരമായാണ് മിഥുൻ അവൻ്റെ അവസാന യാത്രയ്ക്കായി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തുന്നത് എന്നുള്ള സങ്കടകരമായ കാഴ്ചയാണ്. അവൻ ഏറ്റവും അവസാനമായി അവനെ യാത്രയാക്കാൻ അവൻ്റെ നാട്ടുകാർ, അവൻ്റെ പ്രിയപ്പെട്ടവർ, അവൻ്റെ അധ്യാപകർ, അവൻ്റെ കൂട്ടുകാർ, സഹപാഠികൾ എല്ലാവരും ഈ സ്കൂളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്കൂളിന് മുകളിൽ അന്തരീക്ഷം ഇരുണ്ടുകൂടി മഴ പെയ്തിറങ്ങുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആരെയും ആൾക്കൂട്ടത്തെയും നിയന്ത്രിക്കാനാവുന്നില്ല. അത്രയധികം ആളുകൾ ഈ സ്കൂൾ മുറ്റത്ത് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ ഇടനാഴിയിലും സ്കൂൾ മുറ്റത്തുമായി അവൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അവൻ അന്ത്യയാത്ര നൽകാൻ, അവൻ്റെ അവസാന യാത്ര നൽകാൻ, അവനെ അവസാനമായി ഒരു നോക്കുകൂടി കാണാൻ ഇവിടേക്ക് എത്തുകയാണ്. അത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പല വഴികളിൽ നിന്നാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളതും. അത് ഈ റോഡിന്റെ ഇരുവശത്തും, ഈ സ്കൂളിന്റെ പരിസരത്തെ റോഡിന്റെ ഇരുവശത്തു നിന്ന് തുടങ്ങുന്നുണ്ട് ആ ജനക്കൂട്ടം. അതിനു പിന്നാലെ സ്കൂൾ മുറ്റത്തേക്കും ഒക്കെ ഉണ്ട്. പോലീസുകാരുടെ ഒരു വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി പോലീസുകാരുടെ ഒരു വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തെ എങ്ങനെ എല്ലാവരെയും അവസാനമായി അന്തിമോപചാരം അർപ്പിച്ച് ഏത് സമയത്ത് ഇവിടെ നിന്നും അവന്റെ പൊതുദർശനം കഴിയും എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. പക്ഷേ 12 മണിയോടുകൂടി സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കണം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അനുജ.